Hi everyone, it's me Rahul. Welcome to Chat Talks. കുറച്ച് ഡിലേ ആയിപ്പോയി വീഡിയോ. സോ നിങ്ങളെല്ലാവരും പുറകെയുണ്ടാവും. ഓക്കെ, ഇതിൻ്റെ ടൈം 12 മണിയായി. സോ സോറി, കാരണം ഇന്ന് നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഞാനും ഭയങ്കര ടയേർഡായിരുന്നു ഇന്നലെയൊക്കെ. നമ്മുടെ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഫസ്റ്റ് ക്ലാസ് കഴിഞ്ഞു. എല്ലാവരും നല്ല ഹാപ്പിയാണ്. ഫസ്റ്റ് ബാച്ച് ഫസ്റ്റ് ക്ലാസ് എല്ലാവരും എനിക്ക് തോന്നുന്നു നല്ലോണം എൻജോയ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് സ്റ്റുഡൻസ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള കാര്യമൊക്കെ. സോ നമുക്ക് ക്ലാസ്സിൽ മുന്നോട്ട് പോകും. സ്റ്റുഡൻസ് നമ്മുടെ ഈ ഫുൾ ജേർണി നമ്മുടെ കൂടെ ഉണ്ടാവും. ഒരു ബെറ്റർ ട്രേഡറായി മാറും ആഫ്റ്റർ ദിസ് കോഴ്സ്. ഓക്കെ, സോ നമുക്ക് പെട്ടെന്ന് ലേറ്റ് ആവണ്ട. നിഫ്റ്റിയുടെ അനലൈസിലോട്ട് പോവാം. ലേറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഓക്കെ, നമ്മുടെ ചാർട്ട് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ചാർട്ട് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ ചാർട്ടിനെ ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഡിമാൻഡ് സോണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതൊരു ഡിമാൻഡ് സോണായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം മാർക്കറ്റ് എപ്പം ഈ ഒരു സോണിൽ വരുന്നോ അപ്പം ഒരു ഡിമാൻഡ് വരുന്നു. അതുകൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ശ്രമിച്ച് പിന്നെയും താഴോട്ട് വരുമ്പം ഈ ഒരു ഏരിയ എത്തുമ്പോൾ ഒരു ഡിമാൻഡ് വരാൻ ശ്രമിക്കുന്നുണ്ട് മാർക്കറ്റ്. സോ ഇത് മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് സോണാണ്, അതായത് ഒരു സപ്പോർട്ടാണ് മാർക്കറ്റിൻ്റെ. സോ ഇത് നമ്മൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു വെച്ചതാണ്, ഇതൊരു സപ്പോർട്ടാണ് മാർക്കറ്റിൻ്റെ എന്ന്. ഓക്കെ, അതൊരു ഡിമാൻഡ് സോണാണ്. ഇവിടെ എത്തുമ്പം ഡിമാൻഡ് വരുന്നുണ്ട്. ഓക്കെ, അതായത് ബയ്യേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചതാണ്. അത് കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് ഡേ ചാർട്ടിലോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ലെവലൊക്കെ നോക്കാം. ഡേ ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ലാസ്റ്റ് 3 ഡേയ്സ് ആയിട്ട് ഒരു നെഗറ്റീവ് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡേ ലോ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ബ്രേക്ക് ചെയ്യാൻ നിഫ്റ്റി ആഗ്രഹിക്കുന്നില്ല. ബട്ട് ആ ഒരു ഏരിയയിൽ വന്നിട്ട് 1, 2, 3 ദിവസമായിട്ട് ആ ഒരു സോണിൽ വന്നിട്ട് നിഫ്റ്റി നിൽക്കുന്നുണ്ട്. ഓക്കെ, സോ നമുക്കൊന്ന് സൂം ഔട്ടും സൂം ഇനൊക്കെ ചെയ്തിട്ട് ഇനി അടുത്ത സപ്പോർട്ട് ഇനി വീണ്ടും പോവുകയാണെങ്കിൽ എന്താണ് നമുക്ക് അറിയണമല്ലോ. സോ അടുത്ത സപ്പോർട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുന്നത് ഈ ഒരു ഹൈ നമുക്കൊരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്ത് വെക്കാം. കാരണം ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ഹൈ. ഓക്കെ ഓക്കെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ 1 അവറിലോട്ട് വരാം. ഓക്കെ, 1 അവറിലോട്ട് വന്നിട്ട് നമുക്കൊന്നും കൂടെ ആ ലെവൽസൊക്കെ ഒന്ന് ക്ലിയർ ആക്കാം. സോ 1 അവറിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് സൂം ഔട്ട് സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ. സോ 26,115 അതിന് തൊട്ട് മുകളിൽ 26,112, അതായത് ഈ ലോ ഇന്നലത്തെ ഡേ ലോ നാളെ നിഫ്റ്റി ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഒരു ഒരു പുട്ട് ബൈ ചെയ്യാം. അതായത് നമുക്കൊരു സെൽ സൈഡിലോട്ടൊരു എൻട്രി നോക്കാം. ഓക്കെ, ആൻഡ് നമുക്ക് ലെവൽസ് വെച്ച് വരയ്ക്കുമ്പം ഈ ലെവൽസ് ഒന്ന് മുകളിൽ വരച്ച് വെക്കാം. അവിടെ റെസിസ്റ്റൻസ് ആയിട്ട്, കാരണം ഒരുപാട് വട്ടം ഇവിടെ വന്നിട്ട് സപ്ലൈ സോണായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ഗ്യാപ്പ് അപ്പിലാണ് കയറിപ്പോയത്. പിന്നെ ഇന്നൊന്നും മുകളിലോട്ട് കയറാൻ ശ്രമിച്ചപ്പം അവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. ഇത്രയും കാര്യം നമുക്ക് 1 അവറിൽ കാണുന്നുണ്ട്. സോ ഇത് നമ്മുടെ തൊട്ട് മുകളിലുള്ള റെസിസ്റ്റൻസ് ആണ്, അതായത് സപ്ലൈ ഏരിയയാണ്. ഇത് നമ്മുടെ തൊട്ട് താഴെയുള്ള ഡിമാൻഡ് ഏരിയയാണ്. സോ ഈ ഡിമാൻഡ് ഏരിയയ്ക്കും സപ്ലൈ ഏരിയയുടെയും ഇടയിലാണ് നിഫ്റ്റി നിൽക്കുന്നത്. ഓക്കെ, വേറെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു 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 ഡബ്ല്യു പാറ്റേൺ പോലെയൊക്കെ നമുക്ക് കാണാൻ ഒരു ചെറിയൊരു ഫോർമേഷൻ വരുന്നുണ്ട്. ബട്ട് നോട്ട് അറ്റ് കംപ്ലീറ്റഡ്. അതുകൊണ്ട് നമ്മൾ വാലിഡേറ്റ് ചെയ്യുന്നില്ല. സോ നമുക്കിപ്പം ഈ 3 ലെവൽ കിട്ടി. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ലെവൽസ് കിട്ടി. പിന്നെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സൂം ഇൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇവിടെ നമുക്കൊരു സപ്പോർട്ട് വരുന്നുണ്ട്. ഇതാ ഇവിടെ. ഓക്കെ, ഈ ഹൈ നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, കുറച്ചുകൂടെ ഒന്ന് കയറ്റി വെക്കാം ഈ ഹൈ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. സോ ഈ ഹൈയും നമുക്കൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ താഴെയുള്ള, അതായത് 61 താഴെ 26 തൊട്ടടുത്ത് തന്നെയാണ് ആ സോൺ. അത് നമുക്ക് 50 മിനിറ്റ്സ് ഇടുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. സോ നമ്മുടെ താഴത്തോട്ടുള്ള നമ്മുടെ ടാർഗറ്റ്സ്, അതായത് നാളെ ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് താഴോട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് 26,061. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഈ ഒരു സോൺ ഒരു ഹൈലി ഡിമാൻഡ് സോണാണ്. അപ്പം മാർക്കറ്റ് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് വന്നിട്ടൊരു ട്രാപ്പ് ചെയ്തിട്ട് മുകളിലോട്ട് പോകാനുള്ള ഒരു ചാൻസും ഞാൻ നാളെ എടുത്ത് കളയുന്നില്ല. കാരണം ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണ്. ഓക്കെ, ഓവറോൾ ട്രെൻഡ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ
ഞാൻ ആ ഒരു സിനാരിയോ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവും. നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു സിനാരിയോ വരികയാണെങ്കിൽ ഞാൻ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ചാനലിലും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് അത് നോക്കിയിട്ട് നിങ്ങളുടെ അനാലിസിസ്, നിങ്ങളുടെ ഒരു രീതിയിലുള്ള ട്രേഡിംഗ് നിങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം. ഓക്കെ. ഇപ്പം മാർക്കറ്റ് ഇവിടുന്ന് ചെറിയൊരു ട്രെൻഡ് ലൈനും നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. സോ നാളെ നമ്മൾ മാർക്കറ്റ് ഈ ഒരു ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഒരു ബുള്ളിഷ്നെസ് കാണിക്കുകയാണെങ്കിൽ നമ്മളൊരു ബൈ എൻട്രിയിലോട്ട് പോകും. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 26,225. സെക്കൻഡ് ടാർഗറ്റ് നമ്മുടെ ഇതാണ്, അതിൻ്റെ തൊട്ട് മുകളിൽ 26,283. ഓക്കെ, 26,283 ആൻഡ് 26,225 ആണ് നമ്മുടെ സപ്ലൈ സോൺസ്, അതായത് നമ്മുടെ മുകളിലുള്ള റെസിസ്റ്റൻസ്. താഴെ നമ്മൾ ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്തിട്ട് 26,124 നാളെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 26,061, 26,026 ഇതാണ് നമ്മുടെ ഇൻട്രാഡേ എൻട്രി. ഓക്കെ, ഇൻട്രാഡേയിലോട്ടുള്ള എൻട്രീസ് ഇതാണ്. പിന്നെ ഇതെല്ലാം താഴെയുള്ള നിഫ്റ്റിയുടെ മേജറായിട്ടുള്ള സപ്ലൈ ഡിമാൻഡ് സോൺസ് ആണ്. ഇതിനൊന്നും ആവശ്യം, ഇത്രയൊന്നും നിഫ്റ്റി താഴെ വീണ് പോകത്തില്ല. സോ നമുക്ക് ആ ഒരു ലെവൽസ് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചെന്നേ ഉള്ളൂ. ഓക്കെ, നോട്ട് ഇമ്പോർട്ടൻറ്റ്. സോ നമ്മുടെ നാളത്തെ മെയിൻ നിഫ്റ്റിയുടെ അതായത് പ്ലേ ഗ്രൗണ്ട് ഇതായിരിക്കും. 26,124 ബിലോ, 26,261 ആൻഡ് 26,026 ഇസ് ടാർഗറ്റ് 1 ആൻഡ് ടാർഗറ്റ് 2. എബോവ് ദ ട്രെൻഡ് ലൈൻ, അതായത് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നിഫ്റ്റി കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഈ ട്രെൻഡ് ലൈനിൻ്റെ മുകളിൽ നിഫ്റ്റി നല്ലൊരു കൺഫർമേഷൻ തരികയാണെങ്കിൽ ഇതൊരു ഡിമാൻഡ് സോൺ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഒരുപാട് ഡിമാൻഡ് നിഫ്റ്റിക്ക് വരുന്നുണ്ട്. ആ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് എടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ബൈ എൻട്രി കൊടുക്കാം. 26,225 ആയിരിക്കും നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്. ഓക്കെ, ഇത്രയുള്ള കാര്യങ്ങളുള്ളൂ. ചെറിയ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. ആൻഡ് നമ്മുടെ സെക്കൻഡ് ബാച്ചിലോട്ടുള്ള അതായത് അഡ്മിഷൻ എൻറോൾമെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ സെക്കൻഡ് ബാച്ചിലോട്ടുള്ള രജിസ്ട്രേഷൻ ലിങ്കിൽ കയറിയിട്ട്, വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ ആൻഡ് ലേൺ ദ ട്രേഡിംഗ് ആൻഡ് ഏൺ ടുഗദർ വിത്ത് അസ്. ഓക്കെ, നമുക്ക് ഒരുമിച്ച് ഏൺ ചെയ്യാം. ഓക്കെ, ഒരുമിച്ച് ഏൺ ചെയ്യാം. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യുക, ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, വീഡിയോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട്. കാരണം കോഴ്സിൻ്റെ ടൈം ഡിലേ ആയതുകൊണ്ടാണ് എൻ്റെ വീഡിയോ ലേറ്റ് ആയത്. ഡെയിലി കാണുന്നവരോടാണ്, സോറി ഫോർ ദാറ്റ്. സോ നാളെ വീണ്ടും കാണാം. നമ്മുടെ ഗ്രൂപ്പിൽ നമുക്ക് രാവിലെ കാണാം. ബൈ, ഗുഡ് നൈറ്റ്.